ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ്, ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടോ ഇനിയെങ്കിലും? മോത്തി, നിലവിൽ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അവരെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോലീസ്. കാരണം പ്രവർത്തകർ ഇപ്പോൾ വൈസ് ചാൻസലറുടെ മുറിയുടെ തൊട്ടു മുന്നിൽ, ആ വരാന്തയ്ക്ക് തൊട്ടു മുന്നിൽ നിന്നാണ് പ്രതിഷേധിക്കുന്നത്. VC-യുടെ ഓഫീസ് വരെ അവർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അവരെ അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കണം. അത് ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് ബലം പ്രയോഗിച്ചിറക്കാനൊന്നും സാധ്യമല്ല. ബലം പ്രയോഗിച്ചാൽ വലിയ സംഘർഷത്തിലേക്ക് പോകും. ഈ കെട്ടിടം മുഴുവൻ സംഘർഷം വ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. നേരത്തെ പോലീസ് ശ്രമിച്ചിരുന്നത് ആ വാതിൽ, നമുക്കറിയാം സർവകലാശാലയുടെ ആ കെട്ടിടത്തിലേക്ക് വരുന്ന പ്രധാന വാതിൽ എന്ന് പറയുന്നത് വലിയ 2 വാതിലാണ്. ആ വാതിൽ തള്ളി തുറക്കാനാണ് SFI പ്രവർത്തകർ ശ്രമിച്ചത്. പക്ഷേ അത് തുറക്കാൻ പോലീസ് സമ്മതിച്ചില്ല. അപ്പോഴാണ് വശങ്ങളിലൂടെയൊക്കെ തുറന്നു കിടക്കുന്ന ജനാല വഴിയും 1-ാം നിലയിലൊക്കെയുള്ള ജനാല വഴിയൊക്കെ പ്രവർത്തകർ ഉള്ളിൽ പ്രവേശിച്ച് അകത്തൂടെ വന്ന വലിയ വാതിൽ തുറന്നു കൊടുത്തത്. അങ്ങനെ പുറത്തു നിന്ന് പകുതിയിലധികം SFI പ്രവർത്തകർ ഇപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിലുണ്ട്. ഇനി അവരെ അനുനയിപ്പിക്കാനോ അവർക്കെതിരെ ബലം പ്രയോഗിക്കാനോ ഇപ്പോൾ പോലീസ് മുതിർന്നിട്ടില്ല. ഇനി ഇവരെ എങ്ങനെ താഴെ ഇറക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കും എന്നുള്ള കൂടിയാലോചനകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുകയാണ്. 2 IPS ഉദ്യോഗസ്ഥർ ഈ സമരം നേരിടാൻ വേണ്ടി ലാത്തിയും പിടിച്ച് താഴെ നിൽപ്പുണ്ട്. 2 DCP-മാർ, തിരുവനന്തപുരം സിറ്റിയുടെ 2 DCP-മാർ ഇവിടെ ലാത്തിയൊക്കെ ആയിട്ട് താഴെ ഹെൽമെറ്റ്. നിലവിൽ VC അവിടെ ഉണ്ടോ, ഓഫീസിലുണ്ടോ? VC ഇല്ല, VC വന്നിട്ടില്ല. VC ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു. VC വന്നാൽ തടയുമെന്ന് SFI പ്രവർത്തകർ രാവിലെ മുതൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് VC-യുമായി നേരത്തെ ഞങ്ങൾ ഒരു 11 മണിയോടെ 12 മണിയോടെയൊക്കെ VC വിളിച്ചു നോക്കിയിരുന്നു വരുമെന്ന് അറിയാം. അപ്പോൾ VC പറഞ്ഞത് കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്ഥിതി നോക്കിയിട്ട് വരാം എന്നുള്ള നിലപാടാണ് VC അന്നേരം എടുത്തത്. അപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് VC പറഞ്ഞത് പക്ഷേ പ്രതിഷേധത്തിന്റെ ഒരു തോത് അവിടെ നിന്ന് പോലീസ് ഒരു ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ വരാമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ VC ഇവിടെ ഇല്ല. VC ഉണ്ടെങ്കിൽ ഇതല്ല സ്ഥിതി. VC ഉണ്ടെങ്കിൽ ഈ വാതിലൊക്കെ തള്ളി തുറന്ന് VC-യെ ഖൊരാവോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് അവിടെ ഉള്ളത് സ്ഥലത്ത്? തിരുവനന്തപുരം സിറ്റി പോലീസിലെ 2 DCP-മാർ IPS ഉദ്യോഗസ്ഥരാണ്. അവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരുന്നത്. സിറ്റിയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും ഇൻസ്പെക്ടർമാരും SI-മാരും നന്ദാവനം AR ക്യാമ്പിലെയും പേരൂർക്കട SAP ക്യാമ്പിലെയും പോലീസുകാരും ഇവിടെയുണ്ട്. വനിതാ പോലീസുകാരടക്കമുണ്ട്. അവരൊക്കെയാണ് സുരക്ഷ ഒരുക്കിയത് ഈ സർവകലാശാല കെട്ടിടത്തിന്. പക്ഷേ ആ സുരക്ഷയൊക്കെ ഭേദിച്ച് SFI പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു സംഘർഷം, വീണ്ടും പോലീസ് അവരെ നീക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുന്നു. താഴേന്ന് കൂടുതൽ പ്രവർത്തകർ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞതായിരിക്കണം സംഘർഷത്തിന് കാരണം. എനിക്കിവിടെ നിന്ന് തീർച്ചയായിട്ടും അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അനന്തൻ, വീണ്ടും സംഘർഷമുണ്ടാകുന്നത്. പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, ചെറിയ തോതിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രവർത്തകരുടെ എണ്ണം കൂടുതലുണ്ട്. അവർ ശക്തമായി തിരിച്ച് ഉള്ളിലേക്ക് തന്നെ കയറാനുള്ള ശ്രമമാണ് നിലവിൽ കാണുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കതാണ് വ്യക്തമാകുന്നത്. തിരക്ക് മനസ്സിലാവും. പോലീസ് ചെറിയ തോതിൽ ഇടപെടുന്നുണ്ട്. IPS ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ ആണ് പോലീസ് അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു SFI സമരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട്. SFI പ്രവർത്തകർ പൂർണ്ണമായും സർവകലാശാല ആസ്ഥാന മന്ദിരത്തിലേക്ക് കടന്നു കയറുകയും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. മണിക്കൂറുകളായി ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവനക്കാരടക്കമുള്ളവർ ഉള്ളിലുണ്ട്. ഇന്ന് VC സ്ഥലത്തെത്തിയിട്ടില്ല. കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പ്രതിഷേധം എത്രത്തോളം എന്നത് കണക്കിലെടുത്ത ശേഷം സർവകലാശാലയിലേക്ക് വരാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു VC. പക്ഷേ സ്ഥലത്തെത്തിയിട്ടില്ല. ശക്തമായ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണം, സുരക്ഷ ഈ സർവകലാശാല ആസ്ഥാനത്തിനും ജീവനക്കാർക്കും വേണ്ട വിധത്തിൽ ഒരുക്കേണ്ടിയിരുന്നു. അക്കാര്യത്തിൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. അനന്തൻ പറയൂ, നിലവിൽ എന്താണ് അവിടെ അവസ്ഥ? വൈസ് ചാൻസലറുടെ ഓഫീസിന്റെ വാതിലിൽ നിൽക്കുന്ന പ്രവർത്തകരെ അനുനയിപ്പിച്ച് നീക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അവിടെ ഒരു ഉന്തും തള്ളും ബലപ്രയോഗമൊക്കെ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്. അവരെ വലിച്ച് പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത് 1-ാം നിലയിലാണ് ഈ കെട്ടിടം. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബഹളമാണ് ഈ കാണുന്നത്.
ഇനി ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇവരെ കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ ആ സ്റ്റെപ്പിലെല്ലാം വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുകയാണ്. അവരെ ആ വിദ്യാർത്ഥികളെ കൂടി മറികടന്ന് മുകളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ താഴേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നല്ല ബലപ്രയോഗം, ഒരു ശക്തമായ ബലപ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ നീക്കം ചെയ്യാൻ പറ്റൂ. പക്ഷെ താഴെയും പ്രശ്നം നടക്കുന്നുണ്ട്. താഴെയും ഈ പടിക്കെട്ട് കടന്ന് വരാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. അവരെ അവിടെ തടയുന്നുണ്ട്. അവിടെ തൂവലും ബഹളമൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ പോലീസുകാർ ഈ സ്റ്റെപ്പ് കടന്ന് മുകളിലേക്ക് കയറി വരികയാണ്. കൂടുതൽ പോലീസുകാരെ ഇപ്പോൾ അകത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നു. അവരെ മുകളിലേക്ക് വന്ന് ഇവിടെ നിൽക്കുന്ന പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവരെത്രത്തോളം വഴങ്ങുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രയും അധികം വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഈ ഇടനാഴിയിൽ നിൽക്കുന്നുണ്ട്. 1-ാം നിലയിലെ ഇടനാഴിയിൽ നിൽക്കുന്നുണ്ട്. അവിടെയാണ് VCയുടെ ഓഫീസ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്രയും എത്തുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തിചാർജ് അടക്കമുള്ള നടപടികൾ സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ഈ വാതിൽ തള്ളിപ്പൊളിച്ച് അകത്ത് വലിയ ശക്തമായ ഇപ്പോൾ മോത്തി ഒരു വലിയ ആശങ്കയുള്ള സ്ഥിതി ഉള്ളത് ഈ VCയുടെ ഓഫീസ് ഇരിക്കുന്ന ഇടനാഴിയിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് വാതിൽ അത് തള്ളി തുറക്കാൻ SFI പ്രവർത്തകർ അവിടേക്ക് വലിയ പ്രവർത്തകരുടെ ഒരു നിര തന്നെയുണ്ട്. അത് എന്ത് വില കൊടുത്തും തകരാതെ പോലീസ് ഉദ്യോഗസ്ഥർ അത് പിടിച്ചു നിൽക്കുകയാണ്. അസാധാരണമായ കാഴ്ചയാണ് സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ ഒരു പക്ഷേ സമീപകാലത്തൊന്നും